ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BPAS 184 ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിലെ യൂണിറ്റ് 4 ആണ്. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൈക്കിൾ. ഓക്കെ, അതിലാദ്യം എന്താണ് ഡെഫിനിഷൻ നോക്കാം. നമുക്കറിയാം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഒരു കമ്പണന്റ് ആണ്. അത് എന്താണ് നോക്കാം. കമ്പണന്റ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അതായത് നമ്മൾ ലോജിസ്റ്റിക്സ് എന്താണ് സപ്ലൈ മാനേജ്മെന്റിന്റെ ഒരു കമ്പോണന്റ് ആണെന്ന് പഠിച്ചു. അതായത് ഇതിന്റെ വലിയൊരു ഭാഗം എന്ന് പറയുന്നത് സപ്ലൈ ചെയിനും അതേപോലെ തന്നെ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നും പഠിച്ചു. അപ്പൊ എന്താണ് ദാറ്റ് പ്ലാൻസ് കൺട്രോൾസ് ഇംപ്ലിമെന്റ് ദി എഫക്റ്റീവ് മൂവ്മെന്റ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ്. സാധനം പ്ലാൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതായത് അതേപോലെ തന്നെ അത് എഫക്റ്റീവായിട്ട് മൂവ്മെന്റ് ചെയ്യുക, സ്റ്റോറേജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ പറയുന്നത്. ഇതിൽ നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ് എന്ത് 7 റൈറ്റ്സ്. അപ്പൊ ആ 7 റൈറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലും പറയുന്നുണ്ട്, ഇതിന്റെ മുമ്പത്തെ ചാപ്റ്ററിലും എല്ലാം പറയുന്നുണ്ട് കേട്ടോ. റൈറ്റ് പ്രൊഡക്റ്റ്, റൈറ്റ് ക്വാണ്ടിറ്റിയിൽ, റൈറ്റ് കണ്ടീഷനിൽ, റൈറ്റ് പ്ലേസിൽ, റൈറ്റ് ടൈമിൽ, റൈറ്റ് കസ്റ്റമറിന്റെ അടുത്ത്, റൈറ്റ് പ്രൈസിൽ കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ ഇതിന്റെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൈക്കിൾ എങ്ങനെയാണെന്ന് ഒരു ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഫസ്റ്റ് എന്താണ് സർവീസിങ് കസ്റ്റമർ, ദെൻ ഏതാണ് പ്രൊഡക്റ്റ് സെലക്ഷൻ, ക്വാണ്ടിഫിക്കേഷൻ, പ്രൊക്യൂർമെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് സ്റ്റോറേജ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഒരു ചെയിൻ, അത് അതിൽ ആരോസ് ഒക്കെ ഇട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് PPT-യിലായിട്ട് പറയാം. എന്താണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൈക്കിൾ ആക്ടിവിറ്റി? എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? അപ്പൊ ഇതിൽ നേരത്തെ പറഞ്ഞ ഈ ഒരു സർവീസിങ് കസ്റ്റമറിലെ സർവിങ് കസ്റ്റമർ ഉണ്ടല്ലോ, അതാണ് ഇനി പറഞ്ഞ ആ ഒരു രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. അതെങ്ങനെയാണ് സെർവ് ചെയ്യുക എന്നുള്ളതാണ്, കസ്റ്റമറിനെ എങ്ങനെയാണ് സെർവ് ചെയ്യുക എന്നുള്ളതാണ്. മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡെലിവറി ടു കസ്റ്റമർ, കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഡെലിവറി എത്തിക്കുക എന്നുള്ളതാണ്. കസ്റ്റമർ സർവീസസ് ദ പ്രോസസ് ഓഫ് ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ ആൻഡ് തേർഡ് പാർട്ടി. ബയറും സെല്ലറും അതേപോലെ തന്നെ അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു പ്രോസസ്സുകൾ എന്ത് പറയുന്നത്? കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. എന്താണ്? There can be internal customer like distribution warehouse for last production point, external customers who can be different organization or individuals. അതെന്താണ്? ഇത് ചിലപ്പോൾ തന്നെ ഇന്റേണൽ കസ്റ്റമേഴ്സ് ആവാം, ഡിസ്ട്രിബ്യൂഷൻ വെയർഹൗസിന്റെ ഉള്ളിലുള്ള ആ ഒരു കസ്റ്റമേഴ്സ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് ആവാം, അതായത് യൂസ് ചെയ്യുന്ന ആൾക്കാർ, കൺസ്യൂം ചെയ്യുന്ന ആളുകളാകാം. ഇതിൽ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ട്? പ്രീ ട്രാൻസാക്ഷൻ എലമെന്റ്സ്, ട്രാൻസാക്ഷൻ എലമെന്റ്സ്, പോസ്റ്റ് ട്രാൻസാക്ഷൻ എലമെന്റ്സ്, അതായത് സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പുള്ള കുറച്ച് എലമെന്റ്സ്, ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്തുള്ളത്, പോസ്റ്റ് ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ടുള്ള എലമെന്റ്സ്. എന്താണ് പ്രൊഡക്റ്റ് സെലക്ഷൻ? പ്രൊഡക്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യണം, അതിന്റെ ഡിസിഷൻ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഡെവലപ്മെന്റോ മാറ്റങ്ങളോ അതിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നോക്കാം. എന്താണ് ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വെച്ചിട്ടാണ് എല്ലാ കമ്പനീസും അല്ലെങ്കിൽ എന്താണ് ചെറിയ ബിസിനസ് ഒക്കെ എന്താണ് ലാർജ് ആവുന്നത് അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട്. ഒന്നില്ലെങ്കിൽ അതെങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്റ്റ്, പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്താണ് എക്സ്പാൻഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്, ഇപ്പോൾ ഉള്ള പ്രൊഡക്റ്റിനെ എക്സ്പാൻഡ് ചെയ്തിട്ട്. ഇതിന് എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ എ ന്യൂ ലൈൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ ഓൾറെഡി ആൻ എക്സിസ്റ്റിംഗ് യൂണിറ്റ്. ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് യൂണിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഒരു ന്യൂ ചാനൽ അല്ലെങ്കിൽ ന്യൂ ലൈൻ ഓഫ് പ്രൊഡക്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്, പല കാര്യങ്ങൾ എന്തൊക്കെ കൺവെൻഷൻ ഓഫ് റോ കോട്ടൺ ടു ഫിനിഷ്ഡ് ക്ലോത്ത് ത്രൂ സ്പിന്നിങ്, വീവിങ്, അപ്പോൾ എന്തെങ്കിലും ബിസിനസ് ഇന്റഗ്രേഷൻ ഇൻവെസ്റ്റ്മെന്റ് പോലത്തെ സാധനങ്ങളാണിത് പ്രൊഡക്റ്റ് സെലക്ഷനിൽ വരുന്നത്. ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി, അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഫോർ സ്പെസിഫിക് കസ്റ്റമർ, എൻഷുറിങ് ആൻഡ് അൺഇന്ററപ്റ്റഡ് സപ്ലൈ ഒന്നും മുടങ്ങാത്ത രീതിയിൽ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്തിട്ട് കോസ്റ്റ് ഓഫ് റിഡക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തി സ്പെസിഫിക് കസ്റ്റമറിന് കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് ലോജിസ്റ്റിക് മാനേജർ ഇറസ്പോൺസിബിൾ ഫോർ ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് കൺസൾട്ട് പോളിസി മേക്കർ, മാനേജേഴ്സ് ആൻഡ് ക്ലയൻസ് ആൻഡ് സർവീസ് പ്രൊവൈഡേഴ്സ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്പെസിഫിക് പീരീഡിൽ ഇന്ന സാധനമാണ് കസ്റ്റമർ യൂസ് ചെയ്യുക എന്നൊക്കെയുള്ള ആ ഒരു ഫോർകാസ്റ്റിംഗ് നമ്മൾ മുമ്പോട്ട് ചിന്തിച്ചിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ നടത്തേണ്ടത്, ചെയ്യേണ്ടത്, മെറ്റീരിയൽ പ്രൈസസ് എങ്ങനെയാണ്, ലേബർ കോസ്റ്റ് എങ്ങനെയാണ്, ലീഡ് ടൈം എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ് യൂഷ്വലി ടേക്ക് പ്ലേസ് ഓഫൻ ഡൺ ബൈ ലോജിസ്റ്റിക് മാനേജേഴ്സ്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം മാനേജേഴ്സ് ആൻഡ് അതേഴ്സ് ഇൻവോൾവ് ഇൻ ദിസ് പ്രൊഡക്റ്റിന് ഇൻവോൾവ് ചെയ്തിട്ട് നടത്തുന്ന എന്ത് കാര്യങ്ങളാണ് ഫോർകാസ്റ്റ് ചെയ്ത പ്രോസസ്സുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പ്രോസസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെന്താണ് ഫോർകാസ്റ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഫോളോവിങ് ആക്ടിവിറ്റീസ്. ഏതൊക്കെ കാര്യത്തിന് ഫോർകാസ്റ്റിംഗ് വേണം? പ്രൊജക്റ്റിംഗ് കൺസെപ്ഷൻ, ബഡ്ജറ്റിംഗ്, പ്രൊക്യൂർമെന്റ് പ്ലാനിംഗ്, പൈപ്പ് ലൈൻ പ്ലാനിംഗ്, ക്വാളിറ്റി അഷുറൻസ്, പ്രിവെന്റിംഗ് സപ്ലൈ ഇംബാലൻസസ്. ദെൻ ഏതൊക്കെ ടൈപ്പിലുള്ള ഫോർകാസ്റ്റിംഗ് ഉണ്ട്? ക്വാണ്ടിറ്റേറ്റീവും, അത് എത്ര ക്വാണ്ടിറ്റി വേണം, ക്വാളിറ്റേറ്റീവ്, അത് എങ്ങനെയൊക്കെ ക്വാളിറ്റി വൈസ് ആയിരിക്കണം എന്നുള്ളതും ഉണ്ട്. ദെൻ പ്രൊക്യൂർമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടുക എന്നൊക്കെ ഉള്ളതാണ്. പ്രൊക്യൂർമെന്റ് ആൻഡ് സപ്ലൈ മാനേജ്മെന്റ് ഈസ് എ ലോജിക്കൽ പ്രോസസ് ഫ്ലോയിങ് ഫ്രം ക്വാണ്ടിഫിക്കേഷൻ ടു ഫോർകാസ്റ്റിംഗ് ആൻഡ് സപ്ലൈ പ്ലാനിംഗ് എയിംഡ് അറ്റ് പ്രൊഡ്യൂസിംഗ് പ്രൊക്യൂർമെന്റ് ടേബിൾസ് ദാറ്റ് ഗൈഡ് പ്രൊക്യൂർമെന്റ്സ്. പ്രൊക്യൂർമെന്റ് സിംപ്ലി മീൻസ് എന്താണ്? അത് സാധനങ്ങൾ
നമ്മുടെ ആവശ്യാനുസരണം എത്രയൊക്കെ സാധനങ്ങൾ എവിടുന്നൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ ശേഖരിക്കുക എന്നാണ് പ്രൊക്യൂർമെന്റിന്റെ അർത്ഥം. അതങ്ങനെ ശേഖരിക്കുക എന്നുള്ളതാണ്. പിന്നെ സപ്ലൈ പ്ലാനിങ്, നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആവാതെ അല്ലെങ്കിൽ എക്സ്പയർ ആവാതെ അല്ലെങ്കിൽ കൂടുതലാതെ സാധനങ്ങൾ എങ്ങനെയൊക്കെ സപ്ലൈ ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ലെവൽ സ്റ്റോക്ക് ലെവൽ വെച്ചിട്ട് അത് എങ്ങനെയൊക്കെ സപ്ലൈ ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ആ ഒരു സ്റ്റോക്ക് അവിടെ കഴിയാതിരിക്കുക, അതേപോലെ തന്നെ ഓവർ സ്റ്റോക്കും ആവാതിരിക്കുക. അപ്പൊ സ്റ്റോക്കിനെ പറ്റിയുള്ള ഒരു റിസ്കിന്റെ സൊല്യൂഷൻ കാര്യങ്ങളാണ് എന്ത് സപ്ലൈ പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ ഇൻവെന്ററി മാനേജ്മെന്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇൻവെന്ററി മാനേജ്മെന്റ് സാധനങ്ങൾ ഉള്ള നമ്മൾ കൊടുക്കാൻ വെക്കുന്ന അല്ലെങ്കിൽ വിൽക്കാൻ വെക്കുന്ന സാധനങ്ങളാണ് ഇൻവെന്ററി എന്ന് പറയാം. അപ്പൊ എന്താണ് അത് സ്റ്റോർ ചെയ്യണം, അതേപോലെ തന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ ഏത് തരത്തില് നമ്മൾ ഏതെങ്കിലും തരത്തില് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഡിസ്കൗണ്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഫിറ്റ് മാർജിൻസ് റെഡ്യൂസ് ചെയ്തിട്ടോ ഇൻകം ജനറേറ്റ് ചെയ്തിട്ടോ ഏതെങ്കിലും ലെവലിൽ എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് ഇൻവെന്ററി മാനേജ്മെന്റ്. ദെൻ ഇൻവെന്ററി കൺട്രോൾ സിസ്റ്റം. ഈ ഒരു നേരത്തെ പറഞ്ഞ ഒരു മാനേജ്മെന്റ് ഒരു കൺട്രോൾ സിസ്റ്റം വെക്കുക എന്നുള്ളതാണ് എന്ത് ഇൻവെന്ററി കൺട്രോൾ മാനേജ്മെന്റ്. ഒരു ഷോപ്പ് കീപ്പർ ഡിറ്റർമിൻ ടു വെൻ ഓർഡർ ഓർ ഇഷ്യൂ. നമ്മൾ എപ്പോൾ ഓർഡർ എടുക്കണം, എങ്ങനെ വെക്കണം, അത് എങ്ങനെ സ്റ്റോക്ക് ലെവൽ കീപ്പ് ചെയ്യണം, ഷോർട്ടേജ് ഇല്ലാതെ ഓവർ സപ്ലൈ ഇല്ലാതെ എങ്ങനെയൊക്കെ നമ്മളെ പ്രൊഡക്റ്റ് കൺട്രോളബിൾ ആയിട്ട് പോകണം എന്നുള്ളതാണ് എന്ത് ഇൻവെന്ററി കൺട്രോൾ സിസ്റ്റം. ദെൻ ടൈപ്സ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ സിസ്റ്റം ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? മാക്സിമം മിനിമം ഇൻവെന്ററി കൺട്രോൾ സിസ്റ്റം, മാക്സിമം സ്റ്റോക്ക് ലെവൽ maximum quantity, minimum stock level minimum quantity, review period stock, safety stock level, lead time stock level, emergency order point. And storage അറിയാം എന്താണ് ബി സ്റ്റാർട്ട് ഫോർ ഡെലിവറി ലെവൽ where clients or customers will receive the products. During this process the product must be stored till they are sent to the next lower level until the customer needs them. Almost all business store a quantity of stock for further customer needs. അതായത് സ്റ്റോറേജ് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളൊരു കമ്പനിക്ക് കൊടുക്കുമ്പോൾ വേണ്ടത്, അതെങ്ങനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണം, ഡെലിവറി ലെവൽ എങ്ങനെയാണ്, ക്ലയന്റ് ടു കസ്റ്റമർ ആണ് അല്ലെങ്കിൽ കസ്റ്റമറിനാണ് ആ പ്രൊഡക്റ്റ് കിട്ടേണ്ടത്, അല്ല ആ പ്രൊഡക്റ്റ് എന്താണ് ഒരു ലോവർ ലെവൽക്കാണ് കൊടുക്കുന്നത്. അതായത് ആ ഒരു സ്റ്റോറേജിന്റെ കാര്യങ്ങളാണ് എന്ത് പറയുന്നത് ബിസിനസ് സ്റ്റോർ എ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ഫോർ ഫ്യൂച്ചർ കസ്റ്റമർ നീഡ്സ്. ഫ്യൂച്ചർ കസ്റ്റമറിന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ ആ ഒരു ബിസിനസ് സ്റ്റോർ എങ്ങനെയൊക്കെയാണ് അത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റോറേജിൽ പറയുന്നത്. ഇൻസ്പെക്ഷൻ, ഒരു പെർഫെക്റ്റ് പൈപ്പ് ലൈനിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ടു പ്രോപ്പർ സ്റ്റോറേജ് ഗൈഡ് ലൈൻസ് ഉണ്ടാവും. എങ്ങനെയൊക്കെയാണ്? ടു വെരിഫൈ ദ ക്വാണ്ടിറ്റി ബൈ റെഗുലേറ്റിംഗ് ചെക്കിംഗ് ദ കണ്ടീഷൻ ആൾ പ്രൊഡക്ട്സ് വിഷ്വലി. നമ്മളിങ്ങനെ സിസ്റ്റത്തിൽ മാത്രം ഇൻസ്പെക്ട് ചെയ്യാതെ നമ്മൾ നോക്കിയിട്ട് കണ്ണുകൊണ്ട് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് ഓക്കെ ആണോ കാര്യങ്ങളാണോ ഉള്ളതാണ്. എൻഷുർ ദ ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ് ഇൻ വെയർ ഹൗസസ് പൈപ്പ് ലൈൻ. വിഷ്വൽ ഇൻസ്പെക്ഷൻ ഇസ് കണ്ടക്ടഡ് വെനെവർ. എപ്പോഴൊക്കെയാണ് വിഷ്വൽ ഇൻസ്പെക്ട് കണ്ടക്ട് ചെയ്യുക? പ്രൊഡക്റ്റ് ഇസ് റിസീവ്ഡ് ഫ്രം ദ മാനുഫാക്ചറർ ഓർ സപ്ലയർ. സപ്ലയറിന്റെ അടുത്തുനിന്നോ മാനുഫാക്ചറിന്റെ അടുത്തുനിന്നോ ആ ഒരു പ്രൊഡക്റ്റ് റിസീവ് ചെയ്തത് നമ്മൾ അത് ക്വാണ്ടിറ്റി എത്തുക എന്നുള്ളത് നോക്കുന്നതിന് പകരം ആ സാധനം നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ അത് എങ്ങനെയാണ്. ഫിസിക്കൽ ഇൻവെന്ററി കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അത് നോക്കുക. പിന്നെന്താണ് ലോവർ ലെവൽ ഓഫ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്പയർ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജിന്റെ സൈൻസ് കാണിക്കുന്ന സമയത്ത്. ദ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം LMIS എന്താണ് നോക്കാം. എന്താണ് the purpose of LMIS is to collect, organize and report the data that is used to make decision. Its key components include generation of data, maintenance of logistics records and reporting. ഈ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെത് എന്താണ് മെയിൻ ആയിട്ടുള്ള ഒരു പർപ്പസ് അല്ലെങ്കിൽ പ്രോസസ് എന്താണ്? കളക്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡാറ്റ റിപ്പോർട്ട് ചെയ്യുക, എന്തിന് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഡാറ്റാസ് എന്ത് ചെയ്യുക റിപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താണ് ജനറേഷൻ ഓഫ് ഡാറ്റ ജനറേറ്റ് ചെയ്യുക, മെയിൻ്റനൻസ് ഓഫ് ലോജിസ്റ്റിക്സ് റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. എങ്ങനെയൊക്കെ ഡാറ്റ നമുക്ക് ജനറേറ്റ് ചെയ്യാം? സ്റ്റോക്ക് ഓൺ ഹാൻഡ് വഴി, റേറ്റ് ഓഫ് കൺസെപ്ഷൻ, ലോസസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്. ലോസസ് ലൈക്ക് എങ്ങനെയൊക്കെയാണ് എക്സ്പിറേഷൻ, തെഫ്റ്റ്, ഡാമേജ് ഒക്കെ വരുന്ന രീതിയിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഡാറ്റ ജനറേറ്റ് ചെയ്യേണ്ടത്. മെയിൻ്റനൻസ് ഓഫ് ലോജിസ്റ്റിക് റെക്കോർഡ്, എങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മെയിൻറ്റെയിൻ ചെയ്യാം ലോജിസ്റ്റിക് റെക്കോർഡ് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. സ്റ്റോക്ക് കീപ്പിംഗ് റെക്കോർഡ്സ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഫോർമാറ്റ് സെൽ സ്റ്റോക്ക്, ബിൻ കാർഡ്സ്, സ്റ്റോർ ലെഡ്ജേഴ്സ്, ഇൻവെന്ററി കൺട്രോൾ കാർഡ്സ് ഒക്കെ വഴി. ട്രാൻസാക്ഷൻ റെക്കോർഡ് എങ്ങനെയൊക്കെയാണത്? മോസ്റ്റ് കോമൺ ഫോർമാറ്റ്സ് ആർ പാക്കിംഗ് സ്ലിപ്സ്, റിസീവിംഗ് റെക്കോർഡ്സ്, ഇഷ്യൂ വൗച്ചേഴ്സ്, റിക്വസിഷൻ വൗച്ചേഴ്സ് ഒക്കെ വഴിയാണ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക. എന്താണ് കൺസെപ്ഷൻ റെക്കോർഡ് ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് ഐറ്റം ഡിസ്പെൻസ്ഡ് ടു ക്ലയൻസിന് നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ കൊടുത്തു എന്നുള്ളതും റെക്കോർഡ് ചെയ്യുക. പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സമ്മറി റിപ്പോർട്ട്സ് ആൾ എസെൻഷ്യൽ ഡാറ്റാസ് ഐറ്റംസ് ലൈക്ക് സ്റ്റോക്ക് ഓൺ ഹാൻഡ്, കൺസെപ്ഷൻ, ലോസസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ മുന്നേ പറഞ്ഞു തന്നെ. ഫീഡ്ബാക്ക് റിപ്പോർട്ട് ഇൻഫോം ലോവർ ലെവൽസ് അബൌട്ട് ദർ പെർഫോമൻസ്, സംടൈംസ് പ്രൊവൈഡിംഗ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് റിപ്പോർട്ടിംഗ് ഫ്രം അതർ ഫെസിലിറ്റീസ്. ഫീഡ്ബാക്ക് റിപ്പോർട്ട് ആൾസോ ഇൻഫോം ഹയർ ലെവൽ മാനേജേഴ്സ്. അതായത് ഫീഡ്ബാക്ക് റിപ്പോർട്ട് സിസ്റ്റം കാര്യങ്ങൾ ചെയ്യുക എൻഷുർ ചെയ്യുക. എങ്ങനെയാണ് ക്വാളിറ്റി മോണിറ്ററിങ്, എങ്ങനെയൊക്കെയാണ് ക്വാളിറ്റി
ആ സാധനത്തിന്റെ നേരത്തെ നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റി ആണ്. ക്വാണ്ടിറ്റി നമുക്ക് എങ്ങനെയൊക്കെ മോണിറ്റർ ചെയ്യാൻ നോക്കി. ഇനി ക്വാളിറ്റി ബിറ്റ്വീൻ പ്രൊഡക്റ്റ് സെലക്ഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ്, നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തതും പ്രൊഡക്റ്റിന്റെ സെലക്ഷനും ഇടയിൽ. ദെൻ അതേപോലെ തന്നെ പ്രൊക്യൂർമെന്റ് ആൻഡ് സ്റ്റോറേജ്, ഒരുമിച്ച് കൂട്ടിയതും സ്റ്റോറേജിന്റെ ഇടയിൽ. ഇൻവെന്ററി ആൻഡ് കസ്റ്റമേഴ്സ്, ഇൻവെന്ററിന്റെയും കസ്റ്റമേഴ്സിന്റെ ഇടയിലുള്ളത്. കസ്റ്റമേഴ്സ് ആൻഡ് പ്രൊഡക്റ്റ് സെലക്ഷൻ ഇതിന്റെ ഇടയിൽ ചെയ്യാം. ദെൻ എന്തൊക്കെയാണ് ലോജിസ്റ്റിക്സിന്റെ എൻവയോൺമെന്റ് നോക്കാം. ഗ്ലോബലൈസേഷൻ, പോളിസീസ്, അഡാപ്റ്റബിലിറ്റി. ഗ്ലോബലൈസേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോ ഓഫ് ദി പ്രോപ്പർ ക്യാപിറ്റൽ, മാർക്കറ്റ് എക്കണോമി, എൻട്രി ടു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. ഇത് ഗ്ലോബലൈസേഷൻ പറഞ്ഞാൽ അപ്പർ ലെവലായിട്ടോ. ഡെവലപ്സ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, റാപ്പിഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സോ ഓൺ. ദിസ് ഇംബെഡ് ദ ലോജിക്കൽ സൈക്കിൾ ഓൺ സെവറൽ ഫ്രോൺസ്. പല രീതിക്കും ലോജിസ്റ്റിക്സിന് എത്തുന്നത് ഗ്ലോബലൈസേഷൻ വഴിയാണ്. അതായത് നമ്മൾ ഒരു ക്രോസ് ദി ജിയോഗ്രഫിക്കൽ ഫ്രെയിംവർക്കിന്റെ അപ്പുറത്തേക്ക് എത്തുമ്പോഴാണ് എന്ത് ഗ്ലോബലൈസേഷൻ എന്നുള്ളത്. ലോജിസ്റ്റിക്സ് എൻവയോൺമെന്റിൽ അത് അഡാപ്റ്റ് ആവുക. ദെൻ പോളിസീസ്, ഏതൊക്കെ പോളിസീസ് ആണ്? ഗവൺമെന്റ് ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഓൺ ദി സെലക്ഷൻ ഓഫ് സർട്ടൻ പ്രൊഡക്ട്സ്, പ്രൊക്യൂർമെന്റ് ഓഫ് ഐറ്റംസ്, ദ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റോറേജ് ആൻഡ് ക്വാണ്ടിറ്റീസ് കസ്റ്റമേഴ്സ് റിസീവ്, ഓഫൺ കാൾഡ് ഡിസ്പെൻസിംഗ് പ്രോട്ടോകോൾസ്. പ്രോട്ടോകോൾസ് പാലിച്ച് ഗവൺമെന്റിന്റെ റെഗുലേഷൻ, പ്രൊസീജിയേഴ്സ് ഒക്കെ എല്ലാം പാലിച്ചുകൊണ്ടുള്ള ആ ഒരു ലോജിസ്റ്റിക് സിസ്റ്റം ആണ് ഉള്ളത് എന്ത് ലോജിസ്റ്റിക് എൻവയോൺമെന്റ്. ദെൻ അഡാപ്റ്റബിലിറ്റി, എബിലിറ്റി ടു സക്സസ്ഫുള്ളി obtain the internal and external resources necessary to address changes in demand. Managers often depend on larger systems such as the government to provide inputs. Where managers do not control the input, adaptability become more challenging. Finance is one of the most important resources in logistics. Adaptability പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് ആ ഒരു രാജ്യത്ത് ഫിനാൻസ് ഒക്കെ ചെയ്തുകൊണ്ടിട്ട് അഡാപ്റ്റ് ആവാന്നുള്ളതിന് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയാന്നുള്ളതാണ്.